എക്സാം കാപ്സ്യൂൾ. കേരള PSC നടത്തുന്ന 10ാം തരം വരെയുള്ള പൊതു പ്രാഥമിക പരീക്ഷയ്ക്ക് ജീവശാസ്ത്ര വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ എങ്ങനെ തയ്യാറെടുക്കണമെന്ന് സംസാരിക്കുന്നു കരിയർ വിദഗ്ധൻ അബിൻ ഒള്ളൂർ. സയൻസ് വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കടന്നുവരുന്ന മേഖലയാണ് ജീവശാസ്ത്രം. ജീവശാസ്ത്രത്തിൽ പ്രധാനമായും 7 ടോപ്പിക്കുകൾ ആണ് പഠിക്കാനുള്ളത്. സിലബസ് പ്രകാരം മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും, രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കേരളത്തിലെ പ്രധാന ഭക്ഷ്യകാർഷിക വിളകൾ, വനങ്ങളും വനവിഭവങ്ങളും, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും തുടങ്ങിയവയാണ് പ്രധാന ടോപ്പിക്കുകൾ. മനുഷ്യ ശരീരത്തെക്കുറിച്ച് കഴിഞ്ഞ LDC പരീക്ഷകളിൽ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ഖാദി ബോർഡ് LDCയിൽ 6 ചോദ്യങ്ങളും മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട് ആയിരുന്നു. മിനുസ പേശിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ചോദ്യം, ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ടസ്തരം ഏതാണെന്ന ചോദ്യം, ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ് എന്നിങ്ങനെ അടുത്ത ഘട്ടങ്ങളിൽ നടന്ന LDC പരീക്ഷകളിൽ കൂടുതലായും കാണപ്പെട്ടത് മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. കോശം, ജ്ഞാനേന്ദ്രിയങ്ങൾ, നാഡീവ്യവസ്ഥ, മസ്തിഷ്കത്തിന്റെ ഘടനയും ധർമ്മങ്ങളും, സുഷുമ്ന, സ്വതന്ത്ര നാഡീവ്യവസ്ഥ, രക്തപര്യന വ്യവസ്ഥ, ശ്വസന വ്യവസ്ഥ, അസ്ഥിയും പേശികളും, ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പല്ല്, ആഹാരം, അന്നപഥത്തിലൂടെ, ഉമിനീരും രാസാഗ്നികളും, ആഹാരത്തിന്റെ ആഗിരണം തുടങ്ങി കരൾ, വൃക്കകൾ, വൃക്കാരോഗങ്ങൾ ഉൾപ്പെടെ പ്രത്യുൽപാദന വ്യവസ്ഥ വരെയുള്ള ഭാഗങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പാൻക്രിയാസ്, തൈറോയിഡ് ഗ്രന്ഥി, തൈമസ് ഗ്രന്ഥി, അഡ്രിനാൽ ഗ്രന്ഥി, പൈനിയൽ ഗ്രന്ഥി, പിറ്റ്യൂട്ടറി ഗ്രന്ഥി, ഹൈപ്പോതലാമസ് ഉൾപ്പെടെയുള്ള അന്തസ്രാവ്യ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട വസ്തുതകളും ഹോർമോണുകളും ആഴത്തിൽ തന്നെ പഠിക്കണം. മറ്റൊരു പ്രധാന ഭാഗമാണ് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും. പോഷക ഘടകങ്ങളും അവയുടെ ധർമ്മവും, ധാന്യകം, മാംസ്യം, കൊഴുപ്പ്, ജീവകങ്ങൾ, ജീവകങ്ങളും രാസനാമങ്ങളും എന്നിവ സ്ഥിരമായി കണ്ടുവരുന്ന വിഷയങ്ങളാണ്. അതേപോലെ പ്രാധാന്യമർഹിക്കുന്ന ഭാഗമാണ് രോഗങ്ങളും രോഗകാരികളും. കഴിഞ്ഞ LDC പരീക്ഷകളിലെ ചോദ്യങ്ങളിലൊന്ന് ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുകുകൾ ആണ് എന്നതായിരുന്നു. സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളായിരുന്നു മലമ്പനി പകർത്തുന്ന വാഹക ജീവി ഏത് എന്നതും, വൈറസ് രോഗം അല്ലാത്തത് ഏത് എന്ന് തിരഞ്ഞെടുക്കാനും, ക്യാസിനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏത് എന്നതും. ഒരു പരീക്ഷയിൽ 3 ചോദ്യങ്ങളാണ് ഈ മേഖലയിൽ നിന്ന് മാത്രം വന്നിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണിത്. പ്രധാനമായും ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ രോഗങ്ങൾ എന്നിവ ഓരോന്നും ഏതൊക്കെ ജീവികളാണ് പരത്തുന്നത് എന്നും എങ്ങനെയാണ് പകരുന്നത് എന്നും കൃത്യമായി പഠിച്ചിരിക്കണം. കൂടാതെ ജലത്തിലൂടെ പകരുന്നവ, വായുവിലൂടെ പകരുന്നവ, സമ്പർക്കം മുഖേന പകരുന്നവ എന്ന് വേർതിരിച്ച് പഠിക്കുന്നതോടൊപ്പം ജനിതക രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ എന്നിവയ്ക്കും പ്രാധാന്യം കൊടുത്ത് പഠിക്കണം. കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ്. കേരള സർക്കാർ പദ്ധതികളായ ശ്രുതിതരംഗം, കാതോരം, വയോരക്ഷ, വയോമധുരം, സുഹൃതം, താലോലം, ആയുർദളം, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, ആരോഗ്യകിരണം, സമാശ്വാസം തുടങ്ങിയ പദ്ധതികൾ PSC ചോദ്യപേപ്പറുകളിലെ ഒഴിച്ചുകൂടാനാവാത്ത ചോദ്യങ്ങളാണ്. കേരളത്തിലെ ഭക്ഷ്യകാർഷിക വിളകൾ, നെല്ല്, തെങ്ങ്, റബ്ബർ, സുഗന്ധവ്യഞ്ജനങ്ങൾ, അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങൾ, വിവിധ കൃഷിരീതികൾ എന്നിവ വായിച്ച് മനസ്സിലാക്കുക. കേരള സർവകലാശാല ഈ അടുത്ത് വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള പാവൽ ഇനം ഏത് എന്നതായിരുന്നു കഴിഞ്ഞ PSC എക്സാമിലെ ചോദ്യങ്ങളിൽ ഒന്ന്. വനങ്ങൾ, വനവിഭവങ്ങൾ, നൈസർഗിക സസ്യജാലങ്ങളും ജന്തുവൈവിധ്യവും, ജൈവമണ്ഡലം, ആവാസ വ്യവസ്ഥ, ഭക്ഷ്യശൃംഖല അടക്കമുള്ള പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു വസ്തുതകൾ എന്നിവയും, പരിസ്ഥിതി സംഘടനകൾ, പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ എന്നിവ കൂടെ പഠിക്കേണ്ടതുണ്ട്. കൃത്യമായ പഠനത്തിലൂടെ ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട് മുഴുവൻ മാർക്കും നേടിയെടുക്കാൻ കഴിയുന്നതാണ്. കേരള PSC നടത്തുന്ന 10th ലെവൽ പ്രാഥമിക പരീക്ഷയ്ക്ക് ജീവശാസ്ത്ര വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചത് കരിയർ വിദഗ്ധൻ അബിൻ ഒള്ളൂർ. നാളെ 10th ലെവൽ പ്രാഥമിക പരീക്ഷയുടെ ഫിസിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട അധ്യായം കേൾക്കാം. എക്സാം കാപ്സ്യൂൾ.